ഹലോ, ചെറിയാനോ? നീ സത്യമാണ് പറയുന്നത്? സാറേ, സീമയുടെ വീട്ടിൽ കയറ്റി വാതിലും അടച്ചിട്ടാ ഞാൻ വിളിക്കുന്നത്. ആരും അറിഞ്ഞിട്ടില്ല. അവനെ അവളുടെ വീട്ടിലിട്ട് എന്നെ പിടിച്ച് തൊലി ഉരിയണം. ആ ഗേറ്റ് പുറത്തുനിന്ന് പൂട്ടിയേക്ക്. എന്നിട്ട് നാളെ അവളെ അവനെയും തുണിയില്ലാതെ കോടതി ഹാജരാക്ക്. ബാക്കി ഞാൻ ഏറ്റു. താൻ പോണ്ടേ? ശരി സാർ. റെയ്ഡ് ചെയ്യുമ്പോ സാക്ഷി വേണം. താൻ ആ മായാപ്പിള്ളയെ കൂടെ വിളിച്ചു പറ. അവന്റെ തനതിർ അവൾ നേരിട്ട് കാണട്ടെ. പെട്ടെന്ന് വേണം കാര്യങ്ങള്. മുസേ, നമ്മുടെ പിള്ളേരെയും കൂടെ കൂട്ട്. എങ്കിലേ റെയ്ഡിനൊരു സുഖം വരൂ. തിരുമുൽപ്പാട് ലഞ്ച് കഴിഞ്ഞ് എപ്പ പോയി? 4 മണി വരെ നിന്നു. പിന്നെ ഇറങ്ങി പോകുന്നത് കണ്ടു. കണ്ണൻ മേനോന്റെ തന്നെയാണോ ഈ പവർ ഓൺ? എനിക്കറിയില്ല സാർ. മകനോടൊന്ന് താമസിക്കാറുണ്ട്. അവിടേക്ക് എന്നെ വിളിച്ചിട്ടുണ്ട്. തിരുമുൽപ്പാടിനെ കൊന്നതാരാണ്? കണ്ണൻ മേനോനോ ഗോപിനാഥനോ? എനിക്കൊന്നും അറിയില്ല. അറിയാവുന്നതൊക്കെ ഞാൻ സാറിനോട് പറഞ്ഞു. നിന്നെ ഒന്ന് ചോദ്യം ചെയ്തപ്പോഴേക്കും കാക്കക്കൂട്ടിൽ കല്ലെറിഞ്ഞ പോലെ കാക്കിപ്പട ഇളകി മറിഞ്ഞു വരുന്നുണ്ട്. ഇതിന്റെ ഒരു യോഗം. വരട്ടെ. എന്താണോ രാത്രി തനിക്കെന്താ ഇവിടെ കാര്യം? എനിക്ക് ഈ വീടൊന്ന് സെർച്ച് ചെയ്യണം. സെർച്ച് വാറന്റ് ഉണ്ടോ തന്റെ? ഉണ്ടല്ലോ. ജില്ലാ മജിസ്ട്രേറ്റിന്റെ പവർ കൂടിയുള്ള ജില്ലാ കളക്ടറുടെ കയ്യൊപ്പോട് കൂടിയ വാറന്റ്. അക്ഷരാഭ്യാസം ഉണ്ടെങ്കിൽ വായിച്ചു നോക്കണം സാർ. അബൂട്ടി സർ, സെർച്ച്. കം ഓൺ ഫാസ്റ്റ്. നിക്കേ, മാറിയിടോ. നീ വഴി തെറ്റിയാണോ ഇങ്ങോട്ട് വന്നെന്ന് ഒന്നുകൂടെ ആലോചിച്ചിട്ട് മതി ഈ സെർച്ചൊക്കെ. എനിക്ക് വഴിയും തെറ്റിയിട്ടില്ല, ആളും തെറ്റിയിട്ടില്ല. നിന്നെയാണ് എനിക്ക് വേണ്ടത്. നടക്കണം. താൻ ആരാണ് നെഞ്ചില കൈ വെച്ചിരിക്കുന്നത് അറിയാം? ഒരുമാതിരി തെരുവുനാളൊന്നും കളിക്കുന്നത്. അദ്ദേഹത്തിന്റെ ഡ്യൂട്ടി ആയിട്ട് വരണം. നടക്കടാ. Take it. താൻ ജയിച്ചു. താൻ ജയിച്ചടോ. ഒടുക്കൻ താൻ തന്റെ കസേരച്ചോട്ടിൽ എന്നെ വരുത്തി. എന്റെ മകനോടെ അങ്ങ് നിൽക്കരുത് എന്റെ മുമ്പിൽ. ഇരിക്കൂ. അങ്ങ് എന്റെ ഗുരുവാണ്. കുരുവാണ് പോലും കുരു. 62 KSWന്റെ സമ്മേളന പന്തലിൽ പ്രസംഗിക്കാമെന്ന എന്നെ താൻ കൂകി വിളിപ്പിച്ചപ്പോ എനിക്ക് മനസ്സിലായില്ല അഗസ്റ്റിനെ, താൻ എന്റെ അന്തകനാണെന്ന്. അല്ലായിരുന്നെങ്കിൽ അന്ന് വെട്ടിമൂടിച്ചേനെ ഏതെങ്കിലും ചേർത്തല ചന്തക്കിന്റെ ചോട്ടിൽ. എവിടെയാ എന്റെ ഗോപി? ഈ മുറിയിലില്ല. ഈ മുറിയിൽ അവനെ ഒരിക്കലും ഇരുത്തില്ലെന്ന് താൻ ശപഥം ചെയ്തിട്ടുണ്ടല്ലോ അല്ലേ? ആകാശത്തിന്റെ ചോട്ടിൽ ജീവിക്കുന്ന ഏറ്റവും വലിയ പുണ്യാളച്ചൻ. പറയണോ എന്റെ മകനെവിടെ? അങ്ങ് എപ്പോഴും മകനെ കുറിച്ച് മാത്രം അന്വേഷിക്കുന്നു. ഞങ്ങളും കണ്ണമ്മേനന്റെ മക്കളല്ലേ? മകനെ, ഡൽഹിയിലെ മരം കോച്ചുന്ന തണുപ്പത്ത് പഞ്ചസാര ചാക്കുകൾ വാരിക്കൂട്ടിയിട്ട് കത്തിച്ച് ഗോസായിമാരെ ചുറ്റുമിരുത്തി കട്ടൻ ചായ കുടിപ്പിച്ച് പരദൂഷം കൽപ്പിച്ചപ്പോഴല്ലേ മകൻ ഈ കസേര ഈ അച്ഛൻ വിട്ടു തന്നത്. അതിന്റെ പേരെ എന്നോട് തന്നെ കാണിക്കരുത്. ഗോപിനാഥനെ ചോദ്യം ചെയ്തുകൊണ്ടിരിക്കുക. തനിക്കെതിരെ ഒരു ചോദ്യവും ചോദിക്കാതെ തന്നെ ഞാനിവിടെ ഇരുത്തിയത് എന്റെ മകനെ ചോദ്യം ചെയ്യിക്കാനല്ല. ഇത് കണ്ടോ? കേരള പോലീസിനെ ഈ വിരൽ തുമ്പിൽ നിർത്തി തുള്ളിച്ചുട്ടുള്ളവനാ ഞാൻ. വിളിക്കണോ അബടി ഉറപ്പുകാരന്റെ മോനെ? MP കസ്റ്റഡിയിൽ റിലീസ് ചെയ്യണം എത്രയും പെട്ടെന്ന്. മനസ്സിലായോ? ആർഡി, തന്നെ ഞാൻ വിളിപ്പിച്ചത് അറിയാം സർ. ഞാൻ കസ്റ്റഡിയിലെടുത്ത കെ കണ്ണൻ മേനൻ മകൻ കെ ഗോപിനാഥ മേനോൻ എന്ന പൊളിറ്റിക്കൽ ക്രിമിനലിനെ വെറുതെ വിടണമെന്ന് പറയാൻ വിട്ടു സർ. അവന്റെ പൂമേനിയിൽ ഒരു പോർല് പോലും ഏൽക്കാതെ. ഇനഫ് സർ. ലീഡർ കണ്ണൻ മേനൻ, നിങ്ങളുടെ മുന്നിൽ നട്ടല് വളയ്ക്കേണ്ട ഗതി വന്ന ഒരു മുഖ്യമന്ത്രിയുടെ കൽപ്പന അനുസരിക്കേണ്ട ഗതികേട് എനിക്ക് വന്നു. അത് നിങ്ങളുടെ മുന്നിലുള്ള എന്റെ അടിയറവായി ഒരിക്കലും കരുതണ്ട. തുള്ളാതെ നിലത്ത് നിൽക്കടാ ചക്ക. കാലം കുറെ ആയി കണ്ണമ്മേനോ ഈ വടിക്കൽ തുടങ്ങിയിട്ട്. നീ ഏതടവെടുത്ത് വെട്ടിയാലും അതിന് മറുപെട്ട് കണ്ണമ്മേനോന്റെ കയ്യിലുണ്ട്. വെട്ടാൻ കൈ വേണം സാർ. ആ കൈ ഞാൻ വെട്ടും. ഇപ്പൊ പറഞ്ഞില്ലേ വടിക്കലിന്റെ കാര്യം, അതിന് പോലും കൈ ഉണ്ടാവില്ല. ഇങ്ങനെ രോഷം കൊള്ളരുത്, ശ്വാസം മുട്ടലുണ്ടാവും. താൻ പുണ്യാളനാകണ്ട, തന്നെ ഞാൻ കണ്ടോളാം. എന്റെ കുഞ്ഞിനെ കൊണ്ടുപോയി കൊന്നതിന് പകരം കൊലച്ചോറ് കൊണ്ടുവന്നിരിക്കുന്നു. അന്ന് എന്റെ മോനെ ചോറ് കൊടുത്തുള്ള ജോലി ഞങ്ങൾക്ക് വേണ്ടടാ. പറഞ്ഞത് പുത്ര ദുഃഖം ദിനേന്നല്ലേ ആദ്യം മൂത്ത് തലയ്ക്ക് നൊസായിപ്പോയി. ആദ്യസ്ഥിതിക്ക് പുറത്തു പോകുന്നതാണ് നല്ലത്. വേണോ വേണ്ടോ ഞങ്ങൾ തീരുമാനിച്ചോ. അതെ, നിങ്ങൾ തീരുമാനിക്കുന്നതിന് മുമ്പ് അവര് തീരുമാനിച്ചു കഴിഞ്ഞു.
അതുകൊണ്ടാ മാന്യമായിട്ട് അങ്ങോട്ട് ഇറങ്ങിപ്പോകാൻ പറഞ്ഞത്. ഉം. എന്തിനാ അവര് വന്നത്? ഇലക്ട്രിസിറ്റി ബോർഡിൽ എനിക്കൊരു ജോലി ഓഫർ ചെയ്തിരുന്നു. ആദ്യമേ തന്നെ ഞാനത് വേണ്ടെന്ന് പറഞ്ഞതാ. എഴുതി കൊടുക്കുകയും ചെയ്തു. ഇന്നൊരു പുതിയ ഓഫറുമായാണ് വന്നിരിക്കുന്നത്, പവറോണിൽ നിന്ന്. ഈ ബോർഡ് മെമ്പർക്ക് കൊല്ലപ്പെട്ട ചീഫ് എഞ്ചിനീയറുടെ കുടുംബത്തോട് ഇത്രയ്ക്ക് സ്നേഹവും ഉത്തരവാദിത്വവും ഒക്കെ തോന്നാൻ പ്രത്യേകിച്ച് വല്ല കാരണവും? എനിക്കറിയില്ല സർ. ഞാനൊരു ഗ്രാജുവേറ്റ് മാത്രമായതുകൊണ്ട് ബോർഡിൽ ക്ലറിക്കൽ പോസ്റ്റിലേക്കുള്ള അപ്പോയിന്റ്മെന്റ് കിട്ടുമെന്ന് പറഞ്ഞു. പവറോൺ പ്രൈവറ്റ് കമ്പനി ആയതുകൊണ്ട് നല്ലൊരു പോസ്റ്റ് വാങ്ങിത്തരാമെന്നാണ് അവരുടെ വാഗ്ദാനം. നിങ്ങൾക്ക് ജീവിക്കാൻ ഒരു ജോലിയുടെ ആവശ്യമുണ്ടോ? ബോർഡിലെ ഒരു ചീഫ് എഞ്ചിനീയർക്ക് പണം വാരാൻ ധാരാളം സോഴ്സുകളുള്ള സ്ഥിതിക്ക് തിരുമുൽപ്പാട് ഒരുപാട് സമ്പാദിച്ചു കാണുമല്ലോ. അദ്ദേഹം അത്രയ്ക്ക് അതപ്പത്തിച്ചിരുന്നില്ല എന്നാണ് എന്റെ വിശ്വാസം. ഒരുപക്ഷെ നിങ്ങൾ അറിയാതെ അദ്ദേഹം സമ്പാദിച്ച് കൂട്ടിയിട്ടുണ്ടെങ്കിലോ? ഇല്ല, ഒരിക്കലുമില്ല. ഞാൻ അറിയാത്ത ഒരു സമ്പാദ്യവും അദ്ദേഹത്തിന് ഉണ്ടായിരുന്നില്ല. ശരി, നിങ്ങൾ അറിയാത്ത ഒരു സമ്പാദ്യവും അദ്ദേഹത്തിന് ഉണ്ടായിരുന്നില്ല എന്നുറപ്പുള്ള സ്ഥിതിക്ക് ഈ ലോക്കർ കീയെ കുറിച്ച് നിങ്ങൾ തീർച്ചയായും അറിഞ്ഞിരിക്കണം. വേണ്ടേ മിസ്സസ് തിരുമുൽപ്പാട്? ലോക്കറോ? ആ, ഏത് ബാങ്ക് ലോക്കറിന്റെ കീ ആയത്? ഇങ്ങനെ ഒരു ലോക്കറിനെ പറ്റി എനിക്കൊന്നും അറിയില്ല. ഈശ്വരനാണ് സത്യം, എന്നെ വിശ്വസിക്കണം. നിങ്ങളെ വിശ്വസിക്കാൻ ഒരുപാട് ബുദ്ധിമുട്ടുണ്ട്. നിങ്ങളുടെ പണമോഹത്തിനും ആർഭാട ജീവിതത്തിനും വേണ്ടി നിങ്ങൾ തിരുമുൽപ്പാടിനെ കൊണ്ട് കൈക്കൂലി വാങ്ങിപ്പിച്ചു. നിഷേധിക്കാൻ പറ്റുമോ? എനിക്കൊന്നും മനസ്സിലായിപ്പോ. ആദ്യ അന്വേഷണത്തിന് വന്ന കമ്മീഷണറേക്കാൾ ഒട്ടും മോശമല്ല അസിസ്റ്റന്റ് കമ്മീഷണറും. നിങ്ങൾക്ക് ആരെയൊക്കെ രക്ഷിക്കണം. അതിന് ഇതുപോലെയുള്ള കള്ളക്കഥകൾ ചവച്ചുണ്ടാക്കി സത്യം മറയ്ക്കാൻ ശ്രമിക്കുകയാണ്. ഈ താക്കോൽ ഞാൻ ഉണ്ടാക്കിയ കള്ളക്കഥയല്ല. തിരുമുൽപ്പാട് മരിക്കുമ്പോൾ അയാളുടെ ദേഹത്തുണ്ടായിരുന്നു ഇത്. ഇതൊരു ലോക്കറിന്റെ കീ ആണെന്ന് തെളിഞ്ഞ ഇന്നാണ്. ഈ ലോക്കർ കീയെ കുറിച്ച് നിങ്ങൾക്കൊന്നും അറിയില്ലെന്ന് പറഞ്ഞത് തൽക്കാലം ഞങ്ങൾ വിശ്വസിക്കുന്നു. മറിച്ച് ആ വിശ്വാസം തകർത്താൽ യു വിൽ സഫർ വെരി ബാഡ്ലി. അബൂട്ടി, സംഭവ ദിവസം ഡ്യൂട്ടിയിലുണ്ടായിരുന്നത് സത്യനാടാറില്ല. കണ്ടതെല്ലാം നല്ല ഓർമ്മയുണ്ടല്ലോ. മറന്നിട്ട് വേണ്ടേ സാർ ഓർമ്മിക്കാൻ? എന്താ ഉണ്ടായത്? ഏതാണ്ട് 5 മണിയോട് കൂടിയാണ് അയാൾ ഇവിടെ വന്നത്. ആ, വണ്ടി ഇതേ അവിടെയാ പാർക്ക് ചെയ്തത്. അവിടെ പാർക്ക് ചെയ്യാൻ പറ്റില്ലെന്ന് ഞാൻ പറഞ്ഞു. ഉം. ഇപ്പൊ മാറ്റിയിട്ടേക്കാമെന്നും പറഞ്ഞ് ഡോർ തുറന്ന് ഒരു പെട്ടി എടുത്തോണ്ട് റോഡ് ക്രോസ് ചെയ്ത് പോയി. ഈ റോഡ് ക്രോസ് ചെയ്ത് തിരുമുൽപ്പാട് എങ്ങോട്ട് പോകാൻ വന്നതായിരിക്കണം? ആ നേരെ കാണുന്ന സൂപ്പർ മാർക്കറ്റിൽ മറ്റു പോയതായിരിക്കും സാർ. സ്പോട്ടിൽ ആദ്യം എത്തിയത് ആരാ? അത് കമോൺ. കമ്മീഷണർ മായാപിള്ള മേഡം. സംഭവം നടന്ന എത്ര മിനിറ്റിനുള്ളിൽ? ഒരു 5 മിനിറ്റ്. 5 മിനിറ്റ് കൊണ്ട് അവരെത്താൻ നിങ്ങൾ അവരെ വിളിച്ചറിയിച്ചോ? ഇല്ല സാർ, ഈ വഴി എങ്ങോട്ടെങ്കിലും പോയതായിരിക്കും. സ്പോട്ടിൽ കമ്മീഷണറുടെ റിയാക്ഷൻ? കാറിൽ നിന്ന് ഇറങ്ങുമ്പോഴേ അവരാകെ പരിഭ്രമിച്ചിരുന്നു സാർ. അങ്ങനെ തോന്നാൻ കാരണം? എനിക്കങ്ങനെ തോന്നി സാർ. താൻ പൊയ്ക്കോ. സാർ, അബൂട്ടി സാർ, പെരുമുൽപ്പാടിന്റെ ലക്ഷ്യം സൂപ്പർ മാർക്കറ്റിലെ പരിപ്പും പപ്പടമൊന്നുമല്ല, അവിടെ തന്നെയുള്ള മറ്റേതെങ്കിലും വാതിലായിരിക്കണം. ആകാം സാർ.